ഇപ്പോൾ ഉദിച്ചു വരുന്നത്. ആ സാധനം ഇടിക്കുമ്പോൾ ഇതിൻ്റെ കളർ കണ്ട. ക്യാമറയിൽ എങ്ങനെ ഉണ്ടറിയില്ല, പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ, അത് നേരിട്ട് കാണാൻ തന്നെ വേണം കേട്ടാ. അങ്ങനെ രാവിലെ സമയം 6:30 എന്തായാലും പറ്റത് പോകുന്നു. ഒരു പ്ലാനിലാണ്ട് വന്നേണ്ട. അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് ഒന്നും എടുത്തിട്ട് വെറുതെ ഒന്ന് കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ എത്ര ദൂരം വന്നിട്ട് ഒന്നും എടുത്തിട്ട് അത് ഇന്നലത്തെ അതേ വിഷമല്ല, ഇന്നലത്തെ അതേ വിഷം. അപ്പോൾ രാവിലത്തെ പോകാം ആയിട്ട് രാവിലെ കാണാം കേട്ടോ. അങ്ങനെ ഫുള്ള് കളർ ലൈറ്റായിട്ട് മിന്നിയ സാധനം എന്തൊക്കെ കണ്ട. സമയം മുകളിലേക്ക് പോകാട്ടോ, മുകളിലേക്ക് പോകുന്നുണ്ട്. ഇന്നലെ നല്ല മഴയുണ്ട്, രാത്രി നല്ല മഴയുണ്ടായി കേട്ടോ. രാത്രി നല്ല മഴയുണ്ടായി, നല്ല മഴ. രാത്രി ഫുള്ള് ആളായിരുന്നു ഇവിടെ ഒരാൾ പോലും രാവിലെ ആക്കും. പിന്നെ ഒരു കടയൊന്നും തുറന്നിട്ടൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ചായക്കടയെല്ലാം നിർത്തുന്നുണ്ട്, ചെറിയ കട. ഇവിടുന്ന് ഞാൻ ലുക്കൊക്കെ അവൻ അപ്പുറം ശിവനുണ്ട്. ശിവൻ്റെയാണ് പവർ സാധനം. ക്യാമറയെ പിടിച്ച് എല്ലാവരും നോക്കുന്നത്. അയ്യോ, രാവിലെ ചൂടുവെള്ളത്തിൽ കുളി കഴിഞ്ഞ് അങ്ങനെ അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകണം രാവിലെ. ആ സൂര്യമ്പലം വീട്ടിൽ നോക്കാം. ഇത് തോട്ടസാണ് കേട്ടോ, നല്ല മഴയൊന്നും കൊള്ളാത്ത തോട്ടസ്. നമ്മുടെ അടുത്ത് മഴകാലം ഉണ്ടാവും, മഴയെല്ലാം കൊള്ളും, മഴ വെയിൽ കൊള്ളും. ഷെയ്ഡിലേക്ക് പോകും. ഈ തോട്ടസാൻ്റെ പുറത്ത് വേണ്ട, എനിക്കെല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ട. ഓരോ ഇതുപോലെ നമ്മ വെയിലത്തും മഴയത്തെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് വേണ്ട. സാധനം ഒട്ടോ സാധനം ആ ബേക്കിന് വർത്തനം പറഞ്ഞത് കേടാ. കവാടം കയറിപ്പോൾ എൻട്രി കേട്ടോ. സാധനം ഇവിടെ ഫുള്ള് കടൽ, ഇപ്പുറത്തെ കടലാണ്. കടലിൻ്റെ തീരത്ത് ഒരമ്പലം കണ്ട. സാധനം ഏതാ സാധനം ഒക്കെ നേരിട്ട് വന്നിട്ട് കാണുമ്പോണ്ട് അതിൻ്റെ ഫീൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. സാധനം കണ്ട ഓരോ തീതറോ ദൈവമേ, ജീവിതത്തിൽ കാണാൻ പോലും വിചാരിക്കാത്ത സാധനം കേട്ടോ ഇന്ന് കണ്ടത്. ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് തീരുമാനിച്ച കാര്യമാണ് കേട്ടോ. സാധനം കണ്ട ദേവൻ്റെ ഇരിക്കുന്നതാ. വേറെ എന്നെ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കെട്ടിയോണ്ടാണ് അങ്ങനെ ഒരു കടാ. കടപ്പുറം മുരുടേശ്വരം എല്ലാവരും വന്ന് കാണണം കേട്ടാ, കാണേണ്ട സീനാണ്. അതുകൊണ്ട് ഞാൻ പാട്ട് കാരണം ഒന്നും കേൾക്കാൻ അറിയില്ല. സംബന്ധം ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിന് എത്ര? 100 രൂപ. ഫോട്ടോ എടുത്തിട്ട് 100 രൂപ. സംഭവം എല്ലാവരും ബീച്ച് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ബീച്ചല്ല, ബീച്ച് സാധനടാ. നോക്കട്ടെ, സംഭവം എല്ലാവരും നോക്കാം, നമുക്ക് നോക്കാം.
മോനെ രാവിലത്തെ ഏറ്റവും രാവിലത്തെ കാഴ്ച എടുത്ത് എടുത്തേ രാവിലത്തെ കാഴ്ച. ഒരുപാട് തോണികൾ മീൻ പിടിക്കാൻ പോയിട്ടിരുന്നതാണ് കേട്ടോ. അപ്പുറത്തൊരു മലയുണ്ട് കണ്ട. ഒരു മല മാത്രമാടാ. ആ കടലിനടുക്കൊരു മല ശ്രദ്ധിച്ചാങ്ങ. അല്ല അത് കാണുന്നുണ്ടല്ലേ, അതെന്താ അങ്ങനെ കരയായിരിക്കും അല്ലേ? കുഴപ്പമില്ല. അതെടുത്ത് കടലിലേക്ക് പോകുന്നുണ്ട്. കടലിലേക്ക് ഇറങ്ങുന്നു. ഈ ഒരു സാധനല്ലേ തോണി കയറ്റുന്നുണ്ട്. അത് കാണേണ്ടതാട്ടാ, കാണേണ്ട ശിവനാണ്. അങ്ങോട്ടേക്ക് പണിയെടുക്കുന്നത് കൊണ്ടാണ് അത് സംഭവം വ്യക്തമല്ലാത്ത സംഭവം എന്തെന്ന് അറിയില്ല. ശ്രീ മുരുകേശ്വര ദേവ പകല് ഇത് കാണേണ്ട സാധനം ഏട്ടാ, പറയാൻ കാര്യമില്ലട്ടാ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ കിട്ടുന്നൊരു ഫീലില്ലേ, പറഞ്ഞറിയിക്കാത്ത സാധനം കേട്ടാ. സത്യമായിട്ടും അത് വന്നാൽ മാത്രം മനസ്സിലാവും. എന്താ അത് കാണുമ്പോൾ അറിഞ്ഞൂടെ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. എന്താ ഭഗവാന്റെ അടുത്ത് വന്നാൽ എല്ലാം സാധിക്കുന്നതാണ് കണ്ട. ഇങ്ങനെ ഒരു നിമിഷത്തിൽ കാണാൻ തോന്നിയാ ഭഗവാനെ, അങ്ങനെ ഇവിടെ കാണാൻ എത്തിയാണ്. വളരെ സന്തോഷം. ഇപ്പോൾ ഉദിച്ചു വരുന്നത് ആ സാധനം ഇടിക്കുമ്പോൾ ഇതിൻ്റെ കളർ കണ്ട. ക്യാമറയിൽ എങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ, അത് നേരിട്ട് കാണാൻ തന്നെ വേണം കേട്ടോ. സാധനം നിങ്ങൾക്ക് ഇതെന്നൊക്കെ ഇതാ ഈ സാധനത്തിനെ, ഈ ഒരു വലിയൊരു ഗോപുരത്തിനെ ആടുന്ന വെയിൽ വന്ന് ഇവിടെ അടിക്കുമ്പോൾ വലിയൊരു ഫീലുണ്ടാ. അത് പറഞ്ഞറിയിക്കാറില്ല, നേരിട്ട് തന്നെ കാണാം കേട്ടോ. ഓ അതിൻ്റെ മുകളിൽ കയറുന്ന കേട്ടോ. ഞാൻ ഒരു 20 റുപ്പീസ് ഉണ്ടോ? 20 ചില്ലറ. എത്ര രൂപ ഒരാൾക്ക്? 20 റുപ്യ അല്ലേ ഒരാൾക്ക്? 20. ഇതിന് മുകളിൽ കയറാൻ ഒരാൾക്ക് 20 രൂപ. ഒരാൾക്ക് 10 രൂപ. ഞാൻ മുകളിൽ കയറണമെങ്കിൽ ഈ കാണുന്ന ആളാട്ടോ, ഇത് നിർമ്മിക്കാൻ പൈസയിലാക്കിയാണ് വേണ്ട പേരുണ്ടോ. അപ്പോൾ ഇയാൾ ആസ്തി ആലോചിക്കേ, എൻ്റെ ദൈവമേ, ഇയാളെ ജനിച്ചാൽ മതിയായിരുന്നു. തിരിച്ചു വരാം ആ ലിഫ്റ്റിൽ കയറി. മറ്റേ കോളിംഗ് നെക്ക് പോലെട്ടാ. ഞാൻ തങ്കരാനൻ മുകളിലെത്തുമ്പോ ഇങ്ങനെ ചുറ്റി പോണാണ്. കാസർഗോഡ് ಯಾವ ಕಾಸರಗೋಡು? ಕೇರಳ ಕಾಸರಗೋಡು. ಕೇರಳಕ್ಕೆ ಹೋಗೋಣ, ದರ್ಶನ ಮಾಡೋಣ. അയ്യപ്പോ അയ്യപ്പോ. അയ്യപ്പക്തന്മാരാണ്. കേരള വന്നിട്ടാ വന്നിട്ടുണ്ടോ? ശബരിമല ടെമ്പിൾ 14 വിമാനത്തിൽ പോകാൻ വലിയ അവസ്ഥ. വിമാനത്തിൽ പോകുമ്പോ അറിയുള്ളൂ. അപ്പനെ കണ്ണോക്കട്ടെ കോട്ടക്കണ്ണ് അതാ പോത് ചെറുതാ എവിടൊക്കെ മാത്രം പറയട്ടെ. ശരിടാ, ഓക്കെ.
അതിൽ നടന്നെല്ലാം പോട്ടാ. ഇത് ശിവന്റെ ഇതാ ശിവന്റെ ശരിക്കും കാണാൻ പറ്റുന്നത്. നല്ല ഫുള്ളാള് കാണാൻ പറ്റില്ല. ഏറ്റവും മോളിൽ ലൈവ് കേട്ടോ. എൻ്റെ മോ ആയിട്ടല്ല ഏണ്ട് നീ വേണ്ട എൻ്റെ മോനെ എഴുതുന്നത് ഫോണിലെങ്ങനെ കിട്ടുന്നില്ല. ഫോണിലെങ്ങനെ കിട്ടുമെന്ന് അറിയില്ല ഏട്ടാ. സംഭവം ഏറ്റവും മുകളിലല്ല ഏട്ടാ. വ്യൂ നോക്കിയേ ഏട്ടാ. ഇത് സാധനം കേട്ടാ. ഇത് അത് അപ്പർ സൈഡ്. ഇത് നമ്മ രാവിലെ എന്ത് പറഞ്ഞില്ലേ എന്താ പറയില്ല ഇപ്പം. അത് ഫ്രണ്ട് വശം കാണാം. ഫ്രണ്ട് വശം ഇല്ല ഫ്രണ്ട് വശം ഇത് സാധനമൊക്കെ. നമ്മൾ ഇങ്ങോട്ട് അമ്പലത്തിൽ കയറുന്ന റോഡാട്ടത്. സാധനമുണ്ട്. ഒരാൾക്ക് കയറാൻ 10 രൂപ കേട്ടോ. ഇതിനുള്ളിൽ ഒരാൾക്ക് 10 രൂപ. ഞങ്ങൾ 6 ആള്. എത്ര ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. തന്ത്രപരമായി നീക്കാം. ഇന്നത്തെ അവിടെ കാണാല്ലേ. ഫുള്ളാളാണ്. സൂപ്പറല്ലേ ഇത്. ശരിക്കും പറഞ്ഞാ ഇത് നിങ്ങളെല്ലാവരും വന്നൊരു എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോഴേ എൻ്റെ ഒരു മനസ്സിലാവും. ഇതിപ്പോൾ ഏറ്റവും മുകളിൽ വന്നിട്ട് കാണാൻ കാണാം. ലൈറ്റിൽ കാണാൻ പറ്റുന്ന കാഴ്ചയൊക്കെ. അത് അങ്ങോട്ട് താഴോട്ട് പോകണം. അങ്ങോട്ട് പോകാം. ശരിക്കും വന്നാൽ എല്ലാവരും വന്നിട്ട് കാണാം കേട്ടാ. നമ്മളെ നാട്ടിൽ അത്രയേ ഇല്ലു. ചെറിയ വയസ്സൊക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ ചെറിയ വയസ്സൊക്കെ തന്നെ എടുത്തി എന്ന് പറയാം ആൾട്ടാ. നിങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നാൽ കഥ പറയും. ഞാൻ ഇങ്ങനെ ശിവനെ നോക്കും. ഒരു ഫോട്ടോ അവനെ ലിഫ്റ്റിൽ നിന്ന് പുറത്താക്കി അവനാണ് പുറത്തേക്ക് കളിക്കും. ഇല്ലാട്ടാ നിങ്ങൾ ഈ അമ്പലത്തിനെ കുറിച്ച് വിവരിക്കാം. നിങ്ങൾക്ക് കാണാതെ ഇവിടെ വന്നിട്ടില്ലേ ഇത് പറ. ശരിക്കും ആ നായത് കരയുന്നുണ്ടാ. എടാ ഇത് തെന്നുന്നുണ്ട് കേട്ടോ. നോക്കണേ. ഇത് അമ്പലത്തിൽ ആവുമോ? 1.5 മണിക്കൂർ ആവും ഇറങ്ങുമ്പോൾ. ഇല്ല ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് ആ പച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ആര് പറഞ്ഞു? അതെ വേറെ വഴിയില്ല. എന്താ പണി കിട്ടുമോ? അമ്പലത്തിനുള്ളിലേക്ക് കേട്ടോ പോകാം. ആളെ മണി എത്ര നമ്മളെ പണിയല്ലേ. അവലടാ അവലും സാധനം അപ്പോൾ വ്യത്യാസമില്ല. ചായ വേണ്ട. ഇത് അവല്
മല്ലി, മുളക്, ഇത് അവല് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അപ്പം ചൂടാക്കിയത്. ഇതാ ഈ അവൽ സാധനത്തിന് മധുരം ഉണ്ടാ. പിന്നെ ഉപ്മാവ് തരത്തില്ല. ചാണം കണ്ട പോ വാങ്ങില്ലേ? നല്ല വാങ്ങില്ലേ? സുന്ദരാ നല്ല വാങ്ങില്ലേ? അല്ലേ നല്ല പാങ്ങണ്ടാ. ഇത് ചായ വെള്ളമാണ്. സാധനം ഇത്രയും ആൾക്കുള്ളൂ. ഇത്രയും ഇതൊന്നും എല്ലാവർക്കും ഈ സാധനമുണ്ട്. ചായ ഉണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ വീട്ടിലുണ്ടാക്കണം സാധനം. അടിപൊളി. ചായത്തോ ഇത്രയാൾക്ക് കൊടുക്കണ്ടോ? ഇത്രയാൾക്ക് കൊടുക്കണ്ടേ? ഒരു ചായ. ഇത് ചായ കേട്ടോ. പക്ഷേ പറഞ്ഞ കയ്യിൽ തുളസി അല്ലല്ലോ ഇട്ട്. തുളസി എന്ത് സാധനം ഇട്ടാ എനിക്കല്ലേ? പിടിച്ചോക്കടാ സാധനടാ. തുളസി എന്തെല്ലാം ഇട്ടല്ലേ? തുളസി വേറെന്തോ ഇട്ടാണ്ടൊക്കെയല്ലേ എടാ? തുളസി ആരെല്ലാം ഇട്ടിട്ടുണ്ട് സാധനം. പക്ഷേ കുടിക്കാൻ എങ്ങനെയുണ്ട് വെച്ചാൽ ഒരു നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഈ സാധനം കുടിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് ഉപ്മാവ് അല്ല. ഇത് ഉപ്മാവ് ചായക്ക്. പക്ഷേ ഇത് കുടിക്കാൻ നമുക്ക് തോന്നില്ല. എന്താ നമുക്ക് വായിക്ക് ടേസ്റ്റ് നമുക്ക് പിടിക്കില്ല സാധനം. കുടിച്ചുവിടാൻ ഇത് സംഭവം പറഞ്ഞാലേ കഷായം ഉണ്ടാക്കുന്ന പറയട്ടെ. കഷായമില്ല നമ്മൾ പനിയെല്ലാം അതേപോലെ ടേസ്റ്റ്. പാത്രം കഴുകണം. ഓക്കെ കാണാം. ചായ കുടിച്ചിറങ്ങിട്ടാ. സംഭവം എന്താ പറയല് അടിപൊളിയാണ്. എന്താ പറയല് എത്ര ആൾക്കാർ ഇടുന്നു. എത്ര ആൾക്ക് ചായയും ആ ഉപ്മാവും ആ ഒരു അവലും. സംഭവം അടിപൊളിയാണ്. എന്താ പറയല് എല്ലാവരും വന്ന് വീഡിയോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടാ. ഈ അമ്പലവും ശിവൻ്റെ അമ്പലവും ഈ അമ്പലത്തിനുള്ളിൽ കയറുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്പലത്തിനുള്ളിൽ കയറുന്ന വീഡിയോ എടുക്കാതെ. അതിനുള്ളിൽ ഭയങ്കര സെറ്റപ്പാണ്. അതിൻ്റെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ചായ കുടിക്കാൻ പോകുന്ന വഴിയാട്ടാ. അപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. ഫോൺ ചെയ്തത് അമ്പലം. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ വെള്ളത്തിൽ വന്നാൽ ഓക്കെ. മുകളിലേക്ക് പോകണം. നമ്മൾ ആ ശിവൻ്റെ വിഗ്രഹം കാണാൻ വേണ്ട. ശിവൻ്റെ സ്റ്റാറ്റ്യൂ ഇല്ലേ? ആ മുകളിൽ കാണണം. നമ്മൾ ഏറ്റവും മുകളിൽ നിലയിൽ കാണുന്ന താഴ്ന്ന് കാണണം. കാണാൻ പോകുന്നു വഴി. അവിടെ നിന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വഴി. പക്ഷേ നല്ല സെറ്റപ്പ് അല്ല അല്ലേ? സാധനത്തെ പോകണട്ടാ. ഇതാ ഇതിൽ കയറാൻ പറ്റും. എടാ നമ്മ അന്ന് ആ മോളിനെടുത്ത് ഫോട്ടോയാണ് അവിടെ കണ്ടിട്ട്. പോയണ്ട അങ്ങനെ ആടാ. നമ്മ ആടുന്നാന്ന് നമ്മൾ നേരത്തെ കയറട്ടെ. 10 രൂപ എടുത്ത് കയറട്ടെ. ആടുന്നാന്ന് നമ്മ ഈ എടുക്കണ്ട് കേട്ടാ. അത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി അയച്ചാന്നോ? ഇത് വിശിഷ്ട ദിവസം വരാനുണ്ടോ? അത് കെട്ടിച്ചിട്ട് കുറേ ആയി. കാരണം തിരുമ്പുണ്ടല്ലോ. കെട്ടിട്ട് കുറേ ആയി. തിരുമ്പുണ്ടല്ലോ ഉള്ളു. മോനെ സാധനം എവിടെ? നന്ദിയൊക്കെ. നന്ദിൻ്റെ വിഗ്രഹം നോക്കി. മോനെ ഓ അതിലുള്ള അമ്പലമുണ്ട്. ശിവൻ്റെ അമ്പലമുണ്ട്. ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല. ആ ശിവൻ്റെ ആ സംഭവം അതിൻ്റെ അടിയിലാണ് ഇല്ലത്.
വിഗ്രഹത്തിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ട്, വിളക്കും അങ്ങനത്തെ എല്ലാം. അപ്പം അത് കാണാൻ ഇവർ പോകുന്നതാണ്ടാ. പോണ്ടല്ലോ കേട്ടാ, കാണാനില്ല. ഇതന്നെ സംഭവം. നല്ല ചേടപ്പം പൈസയാണ്. ഈടെയും 10 രൂപ വേണ്ട. ഈടെ കയറണമെങ്കിൽ ഒരാൾക്ക് 10 രൂപ, ഒരാൾക്ക് 10 രൂപ. വളരെ എന്താ പറയല്, ഇതൊരു ഫുള്ള് ബിസിനസ്സാണ്. ഇത് ഉണ്ടാക്കിയ പൈസ കിട്ടണ്ടേ. ശൂലമുണ്ടോ? ശൂലത്തിൻ്റെ പവർ നോക്കി. ഏതാ കാട് പിടിച്ച് ആക്കി പിന്നെ ക്ലീൻ ആക്കി. ഇത് എനിക്ക് തോന്നുന്നു പണിയെടുക്കാൻ വേണമെങ്കിൽ കുറേ ആയി അല്ലേ. കെട്ടിയിട്ട് തന്നെ നല്ല തിരുമ്പുണ്ടല്ലോ. മഴ കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മഴ കഴിഞ്ഞിട്ട് അതല്ല, കണ്ണെല്ലാം നോക്കി കറക്റ്റ് പെർഫെക്ഷൻ. ഓക്കെ, കണ്ണ് നോക്കി ഓടുത്തുമ്പോൾ കണ്ണ് നോക്കുന്ന ആ ശൂല് നോക്ക്. ആ ശൂലത്തിൻ്റെ പെർഫെക്ഷൻ നോക്ക്. ആ ശൂലം പോട്ട് ചന്ദ്രക്കലൻ്റെ ഓനെ വീശടാ. ആ സാധനം എനിക്ക് അടിപൊളി സാധനം ഇട്ടിട്ടില്ല ചേട്ടാ. ഭാഗ്യമില്ല. അതിൻ്റെ ഉള്ളിൽ കയറണ 10 രൂപ വേണ്ട, നമ്മൾ കയറുന്നില്ല. ഉണ്ടാക്കിയതിൻ്റെ കഴിവ് നോക്കണേ. വീട് നോക്കുമ്പോൾ കാണാം. ഉള്ളിലെടുക്കാനില്ലടാ വീഡിയോ. ഇതാ രഥത്തിൻ്റെ വിഗ്രഹം സാധനം പൊളി. പോവാൻ ചേടാ. ഇനി കാണാനില്ല ഒന്നും. അല്ല, കാണാൻ കഴിഞ്ഞു. പോവാ. ശരിക്കും അതാട്ടാ, നല്ല വഴക്കുണ്ടല്ലോ എന്നിട്ടാ അല്ലേ. ഇതിൻ്റെ ഫോട്ടോ എടുക്കണ്ടേ? ഇനിയിപ്പോൾ കാണുന്നതറിയാ, ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാണുന്ന ഇതുവരെയാണ് കേട്ടാ. ക്യാമറ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് പൈസ കാണുന്നത്. ഒരു ഫോട്ടോക്ക് 100 രൂപ. ഇങ്ങനെ കുറേ ആൾക്ക് ഫോട്ടോഗ്രാഫർ എന്നിട്ട് കുറേ ആൾക്കാരെ കാണാം കേട്ടാ. ഇതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിന് ഒരാൾക്ക് 100 രൂപ. അങ്ങനെ ഏകദേശം ഇവിടെ എത്ര വരുന്നുണ്ട്? ഏകദേശം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഒരാൾക്കൊരു 100 വെച്ച് കൂട്ടുമ്പോൾ ഒരാൾക്ക് ഒരു വരുമാനം 2000 വെച്ച് കൂട്ടും. ഒരാളുടെ വരുമാനം 2000 രൂപ. ഒന്ന് ആലോചിക്കേ. ഈ ഒരു സംഭവം വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിന് പൈസൻ്റെ ഒരു ദിവസത്തെ പൈസ അയച്ചേക്കും ഒരാളെ വരുമാനം അയച്ചു എന്തല്ലേ. അതുപോലെ വേറെ സംഭവം കാണിച്ചതാ. ഇത് അതിന് ഉള്ളിൽ കയറണമെങ്കിൽ ചെരുപ്പിട വെക്കണം. ചെരുപ്പിട സൂക്ഷിച്ച് വെക്കാൻ പൈസ കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ് അത്. അപ്പോൾ ഞങ്ങളെ 6 പേർക്ക് 30 രൂപ. അങ്ങനെ ഇതിന് മുകളിൽ കയറുന്ന എല്ലാവരും ചെരുപ്പ് സൂക്ഷിച്ചിട്ട് ഈടെ കിട്ടുന്നതിൻ്റെ വരുമാനം അയച്ചത്. ഇതും ഒരു വരുമാന മാർഗ്ഗമാണ്. ഈ കെട്ടിപ്പൊക്കേൻ്റെ പൈസ കിട്ടണ്ടേ ഉണ്ടോ? നല്ല ഇതിന് മുകളിൽ കയറാൻ വേണ്ടി ചെരുപ്പ് സൂക്ഷിക്കണം. അത് ചെരുപ്പ് സൂക്ഷിക്കാൻ നല്ല പൈസക്കാന്ന് വെക്കുന്നത് കണ്ട. എത്ര പൈസ നോക്കിയാൽ ഒരു ദിവസം ഏതെല്ലാം രീതിക്ക് ഇവിടെ വരുമാനം വരുന്നുണ്ട് അയച്ചേക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ പൂജ കാര്യം വരുമാന മാർഗം ഇവിടെ കൂടുതലാണ്. വേണം അതിൻ്റെ മുകളിലേക്ക് കയറാൻ ഏകദേശം ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പ് ഇത്ര ക്യൂ ഉണ്ടായിട്ട് രാവിലോട്ട് കയറാൻ വാങ്ങി. ഇപ്പോൾ ഇത്ര ക്യൂ നോക്കുക. ആ വെയിലത്തെല്ലാം ആൾക്കാരൊക്കെ. അപ്പോൾ എത്ര ആളിൻ്റെ മുകളിൽ കയറുന്നുണ്ടാവും? പൈസ കൊണ്ടുള്ള കളിയാണ്. ജീവിക്കാൻ വേണ്ടി ഓരോ പണിയാണ്. എന്നാൽ ഇവരെ വരുമാനം നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്ര കേട്ടോ ഒരു ദിവസത്തെ. ഇത് ടാക്സി സാധനം കേട്ടോ. അവിടെ നിന്ന് വണ്ടി ഉണ്ട് വീണ്ടും വരെ.
ഇങ്ങോട്ടേക്ക് കേരള വണ്ടി ഏകദേശം കൂടുതലാണ്. എന്നാൽ കേരളത്തിനേക്കാളും കൂടുതൽ കേരളത്തിലെ ആൾക്കാർ ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ അമ്പലത്തിലെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു അമ്പലം, നല്ലൊരു അമ്പലം ഒക്കെ ശിവൻ്റെ അമ്പലം, മുരുടേശ്വര ടെമ്പിൾ. ഓക്കെ, വന്ന് കാണണം എന്ന് ഞാൻ പറയുന്നു. കാരണം അത്രയ്ക്കും വന്ന് കാണുന്നതിൽ അത്രയ്ക്കും കാണാനുണ്ട്. ദേവനെ കണ്ട് സന്തോഷം കിട്ടുന്നത് വേറെ കാര്യമാണ്. നല്ല തിരക്കായി ഇപ്പോൾ. രാത്രി വന്ന അതൊരു സമയമല്ല കേട്ടത്. അപ്പോൾ ഓക്കെ, നിങ്ങായി പറഞ്ഞ ഗ്ലാസ് അവർ പറഞ്ഞ 100 രൂപ 50 രൂപ വാങ്ങി നിങ്ങളെ സമ്മതിക്കാൻ. സമ്മതിക്കും. നോക്കാം 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 ഇല്ല, സമ്മതിക്കില്ല. അടുത്തൊരടിക്കാം. ഡയറക്ടർ ചലഞ്ച് നോക്കാം. ആട്ട് വാങ്ങാൻ നോക്കും. നോട്ടോ, നിങ്ങൾ കഴിവ് തെളിയിക്കുക. ഇത് അതെ 70 പറഞ്ഞു. ശരി, നടക്കില്ല ചേട്ടാ, അതായത് തരില്ല. നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് തരാം. വീണ്ടും ഒരു കർണാടകയുടെ ചാൻസ് തരാം. വേണമെങ്കിൽ കർണാടക ചാൻസ് തരാം. നിങ്ങൾ വാങ്ങിയെങ്കിൽ നിങ്ങളെ സമ്മതിക്കും. എന്ത് ചേട്ടാ മറ്റൊരു വാങ്ങുന്നുണ്ട് 100 രൂപക്ക്. അതുകൊണ്ടാണ് ഇവർ കുറക്കരുത്. നമ്മളെ കേരളത്തിലെ ആൾക്കാരെന്ന് അവർക്ക് കണ്ടറിയാം. പറ്റുന്നത്ര നമ്മൾ വില വേശുന്നവർക്കറിയാം. ആര് നമ്മൾ പറ്റുന്നത്ര വില വേശുന്നവർക്കറിയാം. അതുകൊണ്ട് തരില്ല അവർ. ഒന്നിച്ചു പോണം. അതിൽ നോക്കിയേ 200 രണ്ടെണ്ണത്തിന് 100 രൂപ. 100 രൂപ. ഈ രണ്ടെണ്ണത്തിന് 70. ഇതിന് രണ്ടെണ്ണത്തിന് 100. 110. ഓക്കെ, ഇവരെ ചേക്കാ. ചേട്ടാ ഇതിന് എത്ര വില ചേട്ടാ? ഏത് വില? ആ ശരിയാ, 110. 100. കന്നഡ 50 എന്ന് പറയുമ്പോൾ അത്രയ്ക്കും. എനിക്ക് ഹിന്ദി തമിഴ് അറിയാത്തതുകൊണ്ട് ഇതിന് വില അറിയില്ല. കേസ് അവർ പറഞ്ഞ് മനസ്സിലാകുന്നില്ല. പയർ വെക്കാൻ സമയം വയ്ക്കണം കേട്ടോ. അല്ല, ഇത് തോരൻ വെക്കുന്നില്ല. ഇത് മഞ്ഞളുടെ അല്ല, എന്തിനായിക്കോ വെക്കല്. ഇത് വില കഴിക്കാൻ ഭാഷയാണ്. എത്ര 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 പ്രൈസ് ഇത് 50 അഞ്ചെണ്ണത്തിന് 50 അല്ലേ? ഇതാ ഇതോ എത്ര റേറ്റ്? പ്രൈസ് ഒന്നിന് 100 രൂപ. ഇതോ ഇത് വീട്ടിലുണ്ടാക്കുന്നയാ? കൃഷിയിലുണ്ടാക്കുന്നേ? സ്വന്തം ഉണ്ടാക്കുന്നേ? സംഭവം ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ്. മറ്റേ പെണ്ണുങ്ങ എന്നോട് 2 100 പറഞ്ഞു. ഈ പെണ്ണുങ്ങ എന്നോട് 1 50 രൂപ. അല്ല, ഒന്നിത്ര 4 50 രൂപ പറഞ്ഞു. നോക്കണേ. ഇപ്പോൾ നമ്മിന് പോലായിട്ടാ. പോലായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലും കഴിഞ്ഞു.
പോകണം. ഫോണിൽ ചാർജ് കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക്. കാരണം ഇന്നലെ ഉച്ചക്ക് ജസ്റ്റ് അവിടെ പോയാലോ പറഞ്ഞാൽ എനിക്ക് ഒറ്റടിക്ക് വന്നതാണ് ഇങ്ങോട്ടേക്ക്. വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഓക്കെ.